പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത്. ആ വചനങ്ങൾ ഇങ്ങനെയാണ്: മകനെ, പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ മാരകമാണ്. നിയമലംഘനം ഇരുതല വാള് പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് പ്രഭാഷകൻ 21-1 മുതൽ 3 വരെ വചനങ്ങളിൽ കർത്താവ് പറയുന്നത്. 1, മകനെ, പാപം ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ഇന്ന് ചോദിക്കേണ്ട ചോദ്യമാണിത്. ദൈവമേ, ഉണ്ട് എന്നായിരിക്കും. ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രഭാഷകൻ കർത്താവിനോട് പറയുകയാണ്, ദൈവമേ, എന്നിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവിടുന്ന് എന്നെ ഉരച്ചു നോക്കി. എന്നിൽ പാപം കണ്ടെത്താൻ അവിടത്തേക്ക് കഴിഞ്ഞില്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രഭാഷകനത് പറയുന്നത്. ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാപമുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ഉരച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിൽ ചുമത്തുവാൻ ദൈവം പാപങ്ങളൊന്നും കണ്ടില്ല. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ദൈവം തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളുമാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കിയാൽ നമ്മളിൽ ആരോപിക്കുവാൻ ദൈവം പാപം കണ്ടെത്തുമോ ഇല്ലയോ? കണ്ടെത്തുമെന്നാണ് നമുക്ക് പറയാനായിട്ട് തോന്നുക. അങ്ങനെ നമ്മളിൽ ദൈവം കണ്ടെത്താൻ സാധ്യതയുള്ള തെറ്റുകളെ നമ്മൾ തന്നെ കണ്ടെത്തി അവയെ ഓർത്ത് അനുദപിച്ച് അവ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനവും പാപത്തിൻ്റെ കടങ്ങൾക്ക് ഇളവും പാപത്തിൻ്റെ മുറിവുകൾക്ക് സൗഖ്യവും നേടുക എന്നത് പ്രധാനപ്പെട്ടതാണ്. 2 വിധത്തിൽ നമ്മൾക്ക് പാപം ചെയ്യാൻ കഴിയും. 1, നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. 2, നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ട്. കുംഭസാരത്തിന് ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രമേ ആത്മപരിശോധന ചെയ്യാറുള്ളൂ. ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കുറേ എണ്ണം നമ്മൾ കണ്ടുപിടിക്കും, അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടും. എന്നാൽ അതേ ഗൗരവത്തോടു കൂടി ചെയ്യണമെന്ന് ദൈവം പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട് എന്നതിനെപ്പറ്റി ഗൗരവമായ ഒരു ആത്മപരിശോധന പലപ്പോഴും നമ്മൾ നടത്താറില്ല. ഇന്ന് നമ്മൾ ഈ 2 മേഖലയിലേക്ക് കടന്ന് ആത്മപരിശോധന നടത്തണം. ചെയ്യാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ, അഥവാ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 2, ഞാൻ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട്. ഇത് 2ഉം നമ്മൾ ആലോചിക്കണം, കണ്ടുപിടിക്കണം. 2 പറയുന്നു, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തരിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് പാപമോചനം കിട്ടുകയില്ല. പാപമോചനത്തിന് വേണ്ടി അനുദപിച്ച് ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറയണം, അഥവാ നല്ല കുംഭസാരം നടത്തണം. അതുവഴിയാണ് നമുക്ക് പാപമോചനം കിട്ടുക. 3 പ്രഭാഷകനിലൂടെ കർത്താവ് പറയുന്നതാണ്, സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. പലതരം ജീവികൾ
കടിക്കുന്നതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പാമ്പ് കടിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം. പട്ടി കടിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം. പഴുതാര കടിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം. പൂച്ച കടിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം. മനുഷ്യൻ കടിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം. മറ്റു പല ജീവികളും നമ്മളെ കടിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം. പക്ഷെ ദൈവം പറയുന്നു, ഇതുപോലെ പാപവും മനുഷ്യനെ കടിക്കും. പാപം മനുഷ്യനെ കടിക്കും. ഒരുപക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, കേൾക്കാത്ത ഒരു ദൈവവചനമാണ്. പാപം മനുഷ്യനെ കടിക്കും. പാമ്പ് കടിച്ചാൽ പാമ്പിൻ്റെ വിഷം ശരീരത്തിൽ കയറുന്നത് പോലെ പാപം മനുഷ്യനെ കടിച്ചാൽ പാപത്തിൻ്റെ വിഷവും മനുഷ്യനിലേക്ക് കടന്നു വരും. ഈ പാമ്പിൻ്റെ വിഷം കയറിയാൽ ആ വിഷം നമ്മൾ എത്രയും വേഗം ഇറക്കിക്കളയും, ചികിത്സ നേടും. പക്ഷേ ആ വിഷം ഇറക്കി കളഞ്ഞില്ലെങ്കിൽ ആ പാമ്പിൻ്റെ അല്ലെങ്കിൽ ജീവിയുടെ വിഷം നമ്മുടെ ശരീരത്തിൽ കടന്നാൽ അത് ഒരു പക്ഷേ നമ്മുടെ മരണത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് എത്രയും വേഗം ഈ പാമ്പിൻ്റെ വിഷം ഇറക്കിക്കളയാൻ വേണ്ടി നമ്മൾ ചികിത്സ തേടുന്നത്. എന്നാൽ അതേ തീഷ്ണതയോടുകൂടി പാപത്തിൻ്റെ കടി കിട്ടിയാൽ, പാപത്തിൻ്റെ വിഷം ഉള്ളിൽ കയറിയാൽ ആ വിഷം ഇറക്കിക്കളയുവാനായിട്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. പാപം നമ്മുടെ അടുത്തേക്ക് വരാം. നമ്മൾ ചിലപ്പോൾ പാപത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ചിലപ്പോൾ മറ്റ് വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ പാപം നമ്മുടെ അടുത്തേക്ക് വരാം. ഞാൻ ഓർക്കുക, ഒരിക്കൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഉച്ചയ്ക്ക് ബാംഗ്ലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട്ടേക്ക് ഒരു KSRTC ബസ്സുണ്ട്. അതിൽ വരാൻ വേണ്ടിയാണ്. ഇന്നത്തെ പോലെ ധാരാളം ബസ്സുകളൊന്നും വന്ന് കോഴിക്കോട്ടേക്കില്ല. അപ്പം ഈ ബസ്സിന് അപാരമായ ഇടിയായിരിക്കും. ബുക്കിംഗ് ഒന്നുമില്ല, ഇടിച്ച് കയറണം. അവിടെ ഒരു ചെറിയ പെട്ടിയും കൈ പിടിച്ച് ഈ ബസ് കയറാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നു. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ കുറച്ചുകൂടെ അടുത്ത് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു പോക്കറ്റ് അടിക്കാനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഇങ്ങനെ നിന്നു. അയാൾ അടുത്തടുത്ത് വന്ന് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ചോദിച്ചു, മുറി വേണോ, റൂം വേണോ? എനിക്ക് പിടികിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സിൻ്റെ ബോർഡും നോക്കി, ബസ് വരുന്നതും നോക്കി, കയ്യിൽ സൂട്ട് കേസും പിടിച്ച് നിൽക്കുന്ന ഒരാളോട് വെറുതെ വന്ന് മുറി വേണം ചോദിക്കുന്നതിൻ്റെ ലോജിക്ക്, യുക്തി എനിക്ക് മനസ്സിലായില്ല. ഞാൻ അയാളോട് ചോദിച്ചു, ഞാൻ യാത്രയ്ക്കൊരുങ്ങി പെട്ടി പിടിച്ച് നിൽക്കുന്ന നിങ്ങൾ കണ്ടുകൂടെ, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നോട് മുറി ചോദിക്കുന്നത്? അപ്പോൾ അയാൾ കുറച്ചുകൂടെ അയാളുടെ ചെവി, അയാളുടെ വായ എൻ്റെ ചെവിയിലേക്ക് കയറ്റി വെച്ചിട്ട് എന്നോട് പറയുക, അതേ മുറി വേണോ എന്ന് ചോദിച്ച പെണ്ണുങ്ങളെ വേണമെന്നാണെന്ന്. ഞാൻ ഓടി രക്ഷപ്പെട്ടവിടുന്ന്. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെ പാപം നമ്മുടെ അടുത്തേക്ക് വരും എന്നതിൻ്റെ ഒരു സൂചന. അടുത്തേക്ക് വന്നാൽ അത് നമ്മളെ കടിക്കും. കടിച്ചാൽ അതിൻ്റെ വിഷം നമ്മളിൽ കയറും. അതുകൊണ്ട് പാപത്തിൻ്റെ കടി കിട്ടാതിരിക്കുവാൻ, പാപത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക, പാപം നമ്മുടെ അടുത്തേക്ക് വന്നാൽ തട്ടിമാറ്റുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കാറുമില്ല. മറ്റൊന്ന് പറയുന്നത്, പാപം ഇരുതല വാള് പോലെയാണ്. പ്രഭാഷകൻ പറയുകയാണ്, പാപം ഇരുതല വാള് പോലെയാണ്. 2 സൈഡിലും മൂർച്ചയുള്ള വാള്. 2 സൈഡിലും മൂർച്ചയുള്ള വാള് കൊണ്ട് കുത്തിയാൽ ആ ആളുടെ 2 സൈഡിലും മുറിവേക്കും. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ പാപം 2 കൂട്ടരെ മുറിപ്പെടുത്തും. ഒന്ന്, പാപം ചെയ്യുന്ന വ്യക്തിയെ പാപം മുറിപ്പെടുത്തും. 2, മറ്റ് വ്യക്തികളെ പാപം മുറിപ്പെടുത്തും. പാപം ചെയ്യുന്ന വ്യക്തികളെയും മറ്റു വ്യക്തികളെയും പാപം മുറിപ്പെടുത്തുന്നത് കൊണ്ടാണ് പാപത്തെ ഇരുതല വാള് എന്ന് പറയുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കടം എന്ന് വെച്ചാൽ എന്താ? കൊടുത്തു വീട്ടാനുള്ള ബാധ്യതകളാണ്. ഞാൻ ഒരാളോട് 100 രൂപ കടം വാങ്ങിയാൽ ആ 100 രൂപ തിരിച്ചു കൊടുക്കുന്നിടം വരെ അതെൻ്റെ മേലുള്ള കടബാധ്യതയായിട്ട് കിടക്കും. ആ കടം വീടണമെങ്കിൽ ഒന്നെങ്കിൽ ആ 100 രൂപ ഞാൻ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി ആ കടം എനിക്ക് ഇളച്ചു തരണം. അതുമല്ലെങ്കിൽ മൂന്നാമതൊരാൾ എനിക്ക് വേണ്ടി ആ കടം ഏറ്റെടുത്ത് കൊടുക്കണം. കേന്ദ്ര ഗവൺമെൻറ് പണ്ട് കാർഷിക കടമൊക്കെ എഴുതി തരുന്നത് ഒരു ഉദാഹരണമാണ്. കർഷകർ പൈസ കൊടുത്തില്ല, ബാങ്കിന് പണം കിട്ടി. കാരണം
ഗവൺമെൻറ് ആ കടബാധ്യത, കർഷകൻ്റെ കടബാധ്യത ഏറ്റെടുത്ത് ബാങ്കിന് കൊടുത്തു വിട്ടി. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഇതുപോലത്തെ കടബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഈ കടബാധ്യത എന്ന് വെച്ചാൽ സാമ്പത്തികമായ കടബാധ്യതയല്ല. നമ്മൾ ചെയ്യുന്ന പാപത്തിലൂടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, ജീവഹാനി, മാനഹാനി, അവസരനഷ്ടം, ഇതെല്ലാമാണ് നമ്മുടെ മേലുള്ള പാപത്തിൻ്റെ കടം. ഒരിക്കലൊരു മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് 3 മക്കളായി കഴിഞ്ഞപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എടി നിൻ്റെ മക്കളെ വല്ല അനാഥശാലയിലും കൊണ്ടേ ആക്കിയിട്ട് വരുവാണെങ്കിൽ നിന്നെ എൻ്റെ കൂടെ നിർത്താം. ആ സ്ത്രീ സമ്മതിച്ചില്ല. അവസാനം അതിൻ്റെ പേരിൽ വഴക്കായി. അവസാനം ഒരു ദിവസം നോക്കുമ്പോൾ ഈ മനുഷ്യൻ മറ്റൊരു സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് ഭർത്താവും ഈ കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീയും കൂടെ ഈ സ്വന്തം ഭാര്യയെയും 3 പൊടിക്കുഞ്ഞുങ്ങളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. അവരെവിടേക്കോ പോയി. കേരളത്തിലെ വിവിധ കോൺവെൻറ്റുകൾ കയറി ഇറങ്ങി. അവസാനം 3 കോൺവെൻറ്റുകളിലായിട്ട് ഓരോ കൊച്ചുങ്ങളെ കൊണ്ട് നിർത്തി. 4ാമത് ഒരു വീട്ടിൽ ഈ സ്ത്രീ അടുക്കളപ്പണി ചെയ്ത് ജീവിക്കുക. ഈ ഭർത്താവ് ഏതെങ്കിലും കാലത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കാമെന്ന് വിചാരിച്ചു. ദൈവം അദ്ദേഹത്തോട് ക്ഷമിക്കും. ദൈവം അദ്ദേഹത്തോട് ക്ഷമിക്കും. പക്ഷെ ദൈവം അദ്ദേഹത്തോട് ക്ഷമിച്ചാലും ഈ ഭാര്യയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കുമുണ്ടായ നഷ്ടം നികത്തപ്പെടുകയില്ല. ഓക്കെ, ഒരാൾ ചെയ്യുന്ന പാപം എങ്ങനെ ആ വ്യക്തിയെയും എങ്ങനെ മറ്റുള്ളവരെയും പ്രതികൂലമായിട്ട് ബാധിക്കും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു ഒന്നാം വർഷം പ്രീ ഡിഗ്രി ക്ലാസ് പഠിപ്പിക്കുക. 1ാം വർഷം പ്രീ ഡിഗ്രി ക്ലാസ്. അപ്പോൾ ഒരു വക ഇംഗ്ലീഷ് വാക്കെല്ലാം ഞാൻ ബോർഡിൽ എഴുതിയിട്ടാണ് പഠിപ്പിക്കുക. എൻ്റെ സബ്ജക്റ്റ് എക്കണോമിക്സാണ്. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ കുട്ടികൾ നോട്ട് എഴുതുന്നത് നോക്കിപ്പോകും. ഒന്ന്, നമ്മൾ നോക്കുന്നതുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധിച്ചെഴുതും. 2, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഞാൻ എപ്പോൾ ചെല്ലുമ്പോൾ ഒരു കുട്ടി 70ഓളം ഭാഗം കൈകൊണ്ട് ഇങ്ങനെ മറിച്ച് വയ്ക്കും. ഒരക്ഷരം അവനെ കാണിക്കൂല. പലതവണ അവനത് ആവർത്തിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഒരു ദിവസം അവിടെ കൈ മാറ്റ്. അവൻ കോഴിക്കോടൻ ഭാഷയിൽ എന്നോട് പറഞ്ഞ, മാഷേ നമ്മൾ മാറ്റൂല. ഞാൻ ചോദിച്ചത് അതെന്താ കാര്യം? നമ്മൾ മാറ്റൂല. അത് തന്നെ. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, നീ എഴുതുന്ന കാണാനുള്ള അവകാശം എനിക്കുണ്ട്, കൈ മാറ്റ്. അവൻ കുറേ കൂടെ ഉറക്കെ പറഞ്ഞു, മാഷേ നിങ്ങളോടല്ലേ നമ്മൾ പറഞ്ഞ നമ്മൾ മാറ്റൂല എന്ന്, നിങ്ങൾ പിന്നെ മാറ്റുമെന്ന് പറയുന്നത് എന്താ? ഉടനെ ബാക്കി കുട്ടികളെല്ലാം കൂടെ തിരിഞ്ഞു നോക്കി. എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു അധ്യാപകനെന്ന നിലയ്ക്ക് ഞാൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയാൽ പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കൂല. ഇങ്ങനെ പേടിപ്പിച്ചാൽ പുള്ളി പൊക്കോളൂ എന്ന് അവർ കുട്ടികൾ വിചാരിക്കും. 2, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ ഒച്ച വെച്ചാൽ ആളുകൾ അത് മോശമായിട്ട് കാണും. ഞാൻ ധർമ്മസങ്കടത്തിലായി. അവസാനം ഞാൻ നാണം കെട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നാലും അവനെ അങ്ങനെ വെറുതെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ സ്റ്റാഫ് റൂമിൽ വിളിച്ചുകൊണ്ട് പോയി ചീത്ത പറയാൻ തീരുമാനിച്ചു. ക്ലാസ് കഴിഞ്ഞവനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവനോട് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നല്ല ദേഷ്യത്തല്ല ചോദിച്ചേ, എന്നെ പണിയാടാ കാണിച്ചത്? അവൻ്റെ ഉത്തരം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു, വല്ലാത്ത ഒരു കരച്ചിൽ. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പം ഞാൻ വളരെ ശാന്തതയിൽ ചോദിച്ചു, മോനെ എന്താ പറ്റിയേ? അവൻ പറഞ്ഞു, മാഷേ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ മൂടി വെച്ചേ, നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ മൂടി വെച്ചേ. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്തേ നീ ഉദ്ദേശിച്ചേ? അവൻ പറയുന്ന, മാഷേ നമ്മൾ എഴുതുന്ന മുഴുവൻ തെറ്റാ. അപ്പം ഞാൻ ചോദിച്ചു, എടാ ഇതിനേക്കാൾ താഴ്ന്നു വന്നതിന് എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുക? മാഷേ അത് ഞമ്മക്കറിയാവുന്നേ, അതുകൊണ്ടല്ലേ നമ്മൾ മൂടി വെക്കുന്നേ. എന്തേ? മാഷേ നിങ്ങൾ എത്ര താഴ്ന്നു വന്ന് പഠിപ്പിച്ചാലും നിങ്ങളുടെ ഒപ്പം വരാൻ നമുക്കാവില്ല. എന്നിട്ട് നമ്മളെഴുതുന്നത് തെറ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വിഷമമാവും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വിഷമം തോന്നാതിരിക്കാനാണ് മാഷേ നമ്മൾ മൂടി വെക്കുന്നത്, ധിക്കരിക്കാനല്ല. എനിക്ക് അവനോട് ആദരവ് തോന്നി. ഞാൻ ചോദിച്ചു, മോനെ എന്താ നിനക്ക് പറ്റിയേ? അപ്പോൾ അവൻ മറ്റൊരു കാര്യം പറഞ്ഞു, മാഷേ ഈ സ്കൂളിൽ മാഷന്മാർ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ല. പഠിക്കുന്ന 5-6 കുട്ടികളുണ്ടായിരുന്നു, ഓരോരെയും കൊണ്ടുപോയി. പറയുമോ ഈ ഭാഷയൊക്കെ തിരിയുമോ? ഓരോരെയും കൊണ്ടുപോയി എന്ന് വെച്ചാൽ അധ്യാപകർ മര്യാദയ്ക്ക് പഠിപ്പിക്കുന്ന കുട്ടികളെ മാത്രം ശ്രദ്ധിച്ച് പഠിപ്പിച്ചു പോയി. ഞങ്ങളെപ്പോലെ ബുദ്ധിയും ബോധവും കുറഞ്ഞവരെ അവർ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ കുറേ കാണാതെ പഠിച്ചു, പരീക്ഷയ്ക്ക് കുറേ കോപ്പി അടിച്ചു, സർക്കാർ കുറച്ച് മോഡറേഷൻ തന്നു, എങ്ങനെയോ ജയിച്ചിവിടെ എത്തി. മാഷേ നിങ്ങൾ എത്ര താഴ്ന്നു വന്ന് പഠിപ്പിച്ചാലും നിങ്ങളുടെ ഒപ്പം വരാൻ നമ്മളെ കൊണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ,
ഈ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകർ റിട്ടയർമെൻറ്റും കഴിഞ്ഞ് മരിക്കാൻ നേരത്ത് കട്ടിലേക്ക് കിടക്കുമ്പോൾ ഞാൻ അധ്യാപകനോ അധ്യാപികയായിരുന്ന കാലത്ത് എൻ്റെ കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചാൽ ദൈവം ആ തെറ്റ് ക്ഷമിക്കും. ദൈവം ആ തെറ്റ് ക്ഷമിക്കും. പക്ഷേ അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്താ ഗുണം? ഈ അധ്യാപകനോടോ അധ്യാപികയോടോ ദൈവം ക്ഷമിച്ചതുകൊണ്ട് ഈ കുട്ടിക്ക് എന്താ ഗുണം? ആ കുട്ടിയുടെ ഭാവി പോയി. അടുത്ത കാലത്ത് 30-35 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ആ നശിച്ച ടീച്ചർ കാരണമാണ് ഞാൻ നശിച്ചത്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അവൻ ഭയങ്കര ദാരിദ്ര്യമുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. അപ്പം ഭൂലോക മദ്യപാനിയാ. രാത്രി വീട്ടിൽ മുഴുവൻ തെറിപ്പാട്ടാ. രാവിലെ പട്ടിണിക്കാ സ്കൂളിലേക്ക് പോണത്. ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല. പുസ്തകവും ബുക്കും വാങ്ങിക്കൊടുക്കില്ല. എന്തൊക്കെയോ കെട്ടിപ്പെറുക്കി പോവുക. ഒരു ദിവസം ടീച്ചർ എന്തോ ചോദ്യം ചോദിച്ചു. ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ടീച്ചർ അപ്പോഴേ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിട്ടു. അന്നത്തെ ദിവസം മുഴുവൻ ഇവനെ ടീച്ചറെ ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തി. അന്നത്തെ ദിവസം മുഴുവൻ ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തി. അന്ന് വൈകുന്നേരം അവൻ വീട്ടിൽ പോയി. പിന്നെ ഒരിക്കലും അവൻ സ്കൂളിലേക്ക് വന്നിട്ടില്ല. 7ാം ക്ലാസ്സുകാരൻ പിന്നീട് ഒരിക്കലും സ്കൂളിലേക്ക് വന്നിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ആ കുട്ടിയെ പറ്റി പറയാം, അവൻ ചെയ്തത് തെറ്റല്ലേ എന്ന്. അവൻ ചെയ്തത് തെറ്റെന്നതിനേക്കാൾ വലിയ അവൻ ചെയ്തത് വിഡ്ഢിത്തരാ. പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തത് അധ്യാപിക. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ആ ദുരന്തം അനുഭവിക്കുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമ്മൾ അനുദപിച്ച് കുമ്പസാരിച്ചാലും ദൈവം നമ്മളോട് ക്ഷമിച്ചാലും ഒന്നും തീരുകയില്ല. അങ്ങനെ ക്ഷമിക്കാത്ത പാപത്തിൻ്റെ കടബാധ്യതകൾ നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പാപം ഇരുതല വാള് പോലെയാണ്, അത് മറ്റുള്ളവരെ ഉപദ്രവിക്കും. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. വളരെ വിഷമിച്ച് കണ്ണുനീരൊഴുക്കി മുഖമൊക്കെ വാടിക്കരിഞ്ഞായിരിക്കുന്നത്. ഭയങ്കര കരച്ചിൽ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ഇത്രമാത്രം കരയാനിരിക്കുന്നത്? അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, പക്ഷേ അച്ഛാ, ഞാൻ 6 അബോർഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 5 പേരിൽ നിന്ന് 6ാമത്തത് ഭർത്താവിൽ നിന്ന്. ഇപ്പോൾ എനിക്ക് കുട്ടികളില്ല. ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായിട്ട് മക്കളില്ലാത്ത അവസ്ഥയിൽ ഈ അബോർഷൻ ചെയ്ത് കളഞ്ഞ 6 പിള്ളേരെ നേരെ നിർത്തിയിട്ട് അതിലിഷ്ടമുള്ള 1-2 പേരെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ പോരെ? മക്കളെ കിട്ടൂലേ? എന്താ കൊണ്ടുവരാത്തേ? കൊണ്ടുവരാൻ കഴിയില്ല. മദ്യം കൊടുത്ത ആളുകളെ മദ്യപാനികളാക്കുന്നവരല്ലേ? ലഹരി വസ്തുക്കൾ കൊടുത്ത് ലഹരി വസ്തുക്കൾക്ക് അടിമകളാക്കുന്നവരല്ലേ? ജഡിക പാപത്തിൻ്റെ അടിമത്തത്തിൽ കൊണ്ടെത്തിക്കുന്നവരില്ലേ? വിഷം കൊടുത്ത് മറ്റുള്ളവരെ മയക്കുമരുന്ന് കൊടുത്ത് ഭക്ഷ്യ വസ്തുക്കളിൽ വിഷം ചേർത്ത് വിറ്റ് മറ്റുള്ളവരെ രോഗികളാക്കുന്നവരില്ലേ? ഇവരൊക്കെ പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവം അവരോട് ക്ഷമിച്ചാലും അവരുടെ തെറ്റിൻ്റെ ദുരന്തം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ തീരുമോ? അപ്പം പാപം ഇരുതല വാള് പോലെയാണ്. അത് മറ്റുള്ളവരെ മുറിപ്പെടുത്തും. രണ്ടാമത്, പാപം ചെയ്യുന്ന വ്യക്തിയെയും പാപം മുറിപ്പെടുത്തും. ഐശ്യാസിൻ്റെ പുസ്തകം 59:1 പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, അവിടുന്ന് നിന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. അപ്പം പാപം ചെയ്യുമ്പോൾ ദൈവവും പാപം ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം മോശമാകും. ആ പാവസ്ഥയിൽ നമ്മുടെ പ്രാർത്ഥന പോലും ദൈവസന്നിധിയിൽ വേണ്ടത്ര സ്വീകാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണം കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടൂ, നമുക്ക് കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പം പാപം നമ്മളെ മുറിപ്പെടുത്തും. 2, പാപത്തിൻ്റെ ഫലമായി ചിലപ്പോൾ നമുക്ക് തന്നെ രോഗങ്ങളുണ്ടാകാം. എത്രയോ പേര് പാപത്തിൻ്റെ ഫലമായ രോഗങ്ങൾ സഹിക്കുന്നു. 3, പാപം നമ്മളെ ആന്തരികമായി മുറിപ്പെടുത്തും. ആന്തരിക മുറിവുകൾ 2 തരമുണ്ട്. ഒന്ന്, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് നമ്മളെ മുറിപ്പെടുത്തും. അതാണ് സങ്കടവും നിരാശയും ഭയവും അപകർഷബോധവും ഉത്കണ്ഠയും ഒക്കെ. ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന മുറിവ്, അത് പ്രാർത്ഥനയിലൂടെയും കൗൺസിലിങ്ങിലൂടെയൊക്കെ സുഖപ്പെടും. 2ാമത്തെ മുറിവ് പാപമുണ്ടാക്കുന്ന മുറിവാണ്. തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടാക്കും. അതിനെയാണ് പാപത്തിൻ്റെ മുറിവ് എന്ന് പറയുന്നത്. പാപത്തിൻ്റെ മുറിവ് ഉണങ്ങണമെങ്കിൽ 2 അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. 1, ദൈവം നമ്മളോട് ആ തെറ്റ് ക്ഷമിക്കണം. 2, ദൈവം ക്ഷമിച്ചുവെന്ന് നമുക്ക് ബോധ്യം കിട്ടുകയും വേണം. ഇപ്പം ദൈവം ക്ഷമിക്കുകയും ദൈവം ക്ഷമിച്ചുവെന്ന് ബോധ്യം കിട്ടുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ
പാപം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് സുഖപ്പെടുകയുള്ളൂ. ഓരോ നല്ല കുമ്പസാരത്തിൽ നടക്കുന്നതാ ദൈവം പാപം ക്ഷമിക്കുകയും പാപത്തിൻ്റെ മുറിവ് ഉണക്കുകയും ചെയ്യും. അതേസമയം ഒരു നല്ല കുമ്പസാരം നടത്തി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ടൺ കണക്കിന് ഭാരം ഇറങ്ങിപ്പോയ അനുഭവം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. അപ്പം പാപത്തിൻ്റെ ഒരു പ്രത്യാഘാതമാണ് പാപം നമ്മളെ ആന്തരികമായിട്ട് മുറിപ്പെടുത്തുമെന്നുള്ളത്. മറ്റൊന്ന് പ്രഭാഷകൻ പറയുന്നു പാപത്തിൻ്റെ മുറിവുകൾ ഉണങ്ങുകയില്ല, പാപത്തിൻ്റെ മുറിവുകൾ ഉണങ്ങുകയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തെറ്റ് ചെയ്ത് അനുദപിച്ച് കുമ്പസാരിച്ച് പാപമോചനം നേടുന്നിടം വരെ ആ പാപം നമ്മുടെ മേൽ കിടക്കും, പാപത്തിൻ്റെ മുറിവ് നമ്മുടെ മേൽ കിടക്കും. എന്നാൽ കുമ്പസാരിച്ച് കഴിയുമ്പോൾ, പാപമോചനം കിട്ടിക്കഴിയുമ്പോൾ പാപം ക്ഷമിക്കപ്പെടും, പാപത്തിൻ്റെ മുറിവ് ഒരു പരിധിവരെ ഉണങ്ങുകയും ചെയ്യും. പക്ഷേ കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടിക്കഴിഞ്ഞാൽ പോലും പാപത്തിൻ്റെ ചില മുറിവുകൾ ഉണങ്ങുകയില്ല. പാപം മൂലം രോഗികളായി തീർന്നവരെ കണ്ടിട്ടുണ്ട്. അവർ കുമ്പസാരിച്ചിട്ടും അവരുടെ രോഗം മാറുന്നില്ല. ഞാൻ ചെയ്ത തെറ്റ് കാരണമാണല്ലോ ഞാൻ രോഗിയായി തീർന്ന എന്ന കാര്യം ഓർക്കുമ്പോൾ ഇന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പാപത്തിൻ്റെ മുറിവ് അവരിൽ ഉണങ്ങാതെ കിടക്കുകയാണ്. പാപം മൂലം കടബാധ്യത വന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം തെറ്റുകാരം കടബാധ്യത വന്നവരെ കണ്ടിട്ടുണ്ട്. അവർ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ചിട്ടും അവരുടെ കടബാധ്യത തീരുന്നില്ല. അവർ ഭരിച്ച കടബാധ്യതയെ പറ്റിയുള്ള വേദനയും അവരുടെ മനസ്സിൽ നിന്ന് നീങ്ങുന്നില്ല. പാപം മൂലം അബോർഷൻ ചെയ്ത വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അവർ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ടും പാപമോചനം കിട്ടിക്കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൻ്റെ വേദന നാരുന്നില്ല. ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെപ്പോലെ, അത് അച്ഛന്മാരും സിസ്റ്റേഴ്സുമായിട്ടുള്ളവർ എത്രയോ പേര് വയസ്സാം കാലത്ത് സങ്കടം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചെയ്യേണ്ട കാലത്ത് ഒന്നും ചെയ്തില്ല, കാലം പോയി. ഇന്നവർ പശ്ചാത്തപിക്കുക, അവർ കുമ്പസാരിച്ചു, ദൈവം ക്ഷമിച്ചു, പക്ഷെ വലിയ നിരാശ, വലിയ കുറ്റബോധം, ഒന്നും ചെയ്തില്ലല്ലോ എന്ന വേദന അവരെ ഇന്ന് വേട്ടയാടുകയാണ്. പാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത കൂടി എനിക്ക് പറയാനുള്ളത് ഈ ദണ്ഡവിമോചനത്തെ പറ്റിയാണ്. ബൈബിൾ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ കുമ്പസാരിച്ച് പാപമോചനം കിട്ടിയാലും പാപത്തിൻ്റെ എല്ലാ ശിക്ഷയും നമ്മളെ ഒഴിവാകുന്നില്ല. പാപത്തിന് 2 ശിക്ഷകളുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഒന്ന് പാപത്തിൻ്റെ നിത്യശിക്ഷ, 2 പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷ അഥവാ കാലികമായ ശിക്ഷ. ഈ പാപത്തിൻ്റെ നിത്യശിക്ഷയാണ് കുമ്പസാരത്തിലൂടെ പാപമോചനത്തിലൂടെ ഒഴിവായി പോകുന്നത്. പക്ഷെ പാപത്തിൻ്റെ താൽക്കാലികമായ കാലികമായ ശിക്ഷ പിന്നെയും തുടരും എന്നാണ് പറയുന്നത്. കുമ്പസാരം കഴിഞ്ഞ് പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും പാപത്തിൻ്റെ കാലികമായ ശിക്ഷ അവശേഷിക്കും. മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് തീർക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ ലോകത്തെ വെച്ച് സഹിച്ചു തീർക്കേണ്ടി വരും. അതുമില്ലെങ്കിൽ ദണ്ഡവിമോചനം നേടിക്കൊണ്ട് അതിന് നമ്മൾ പരിഹാരമുണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ദണ്ഡവിമോചനം കിട്ടാനുള്ള അവസരങ്ങളെപ്പറ്റി സത്യം പറഞ്ഞാൽ ഒരച്ഛന്മാരും ഇന്ന് ആളുകളോട് പറയാറില്ല, ഒരു സിസ്റ്റർമാരും ഇത് പഠിപ്പിക്കാറില്ല. ഞാൻ ഓർക്കുക, എന്നെയൊക്കെ പഠിപ്പിച്ച ചില സിസ്റ്റർമാരെ, അവരൊക്കെ എന്നെ വാസ്തവത്തിൽ സുഹൃദേവൻ തന്ന് പഠിപ്പിച്ചത്, ആശയടക്കം തന്ന് പഠിപ്പിച്ചത്. പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ള അധിക അച്ഛന്മാരും സിസ്റ്റേഴ്സും പോട്ടെ, മാതാപിതാക്കളൊന്നും ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. ആശയടക്കം എന്താണ്, സുഹൃദേവ എന്താണ്, ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഇത് നമ്മൾ ചെയ്തിട്ടില്ല, നമുക്കറിയത്തില്ല, നമ്മളിത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ, ഒന്ന് പാപങ്ങൾ കണ്ടുപിടിക്കുക, 2 പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക, 3 ഇനി ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് മനസ്സ് തീരുമാനിക്കുക, 4 അനുതാപത്തോടുകൂടി പാപം ഏറ്റുപറയുക, 5 കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക.
ഈ പറുദീസ കൺവെൻഷനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് മെഡിക്കൽ ടീമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഈ ചെറിയൊരുവിന് നിങ്ങൾ ചെയ്യുമോ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ആ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിനെ നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന എല്ലാ രോഗികളോടും ഒരു കുഴപ്പമുണ്ടാവാതെ എല്ലാം സമാധാനമായിട്ട് അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും അവർക്ക് സന്തോഷപൂർവ്വം ഓരോരുത്തർ വിടുവാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. അതുപോലെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ധ്യാനം വളരെ നന്നായിരുന്നു. 5 ദിവസത്തെ ക്ലാസ്സും വളരെ നല്ലതായിരുന്നു. ആത്മീയമായിട്ട് വളരെ സന്തോഷമുണ്ട്. Spirit of God, we worship you.